ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇഫ ചിക്കൻ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇപ്പം ട്രെൻഡിങ് ആയത് എല്ലാവരും ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 700 ഗ്രാം ചിക്കൻ എടുത്തുള്ളത്. അതിലേക്ക് 2 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ തൈര്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കുഴയ്ക്കണം. ഇതിൻ്റെ ഇടയിൽ ആദ്യക്കൂട്ടം വരുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്കോ ഞാനിടാമേ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇങ്ങനെ ഇടയ്ക്ക് അത് മിസ്സായി പോണത് ഓരോന്ന്. അപ്പം എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ, വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞ് മസാലക്കതിന് പിടിക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു 4-5 മണിക്കൂർ ശരിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലക്കയിൽ നല്ലോണം പിടിക്കും. ഇപ്പം ഞാൻ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അത് നല്ലോണം നമ്മൾ മിക്സൊക്കെ ചെയ്ത് പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സ്ലോവിലായിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. ഫ്ലെയിം കൂട്ടൊന്നും വേണ്ട. ആ രീതിക്കായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ നോക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, കരിഞ്ഞു പോകാൻ പാടില്ല. തിരിച്ച് മറിച്ചിട്ടിട്ടൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വലിയ പീസായതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ വേവ് എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. നല്ലതിന് വെന്തതിന് ശേഷം ബാക്കി പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. ഒരു ക്രീമി ഇതുണ്ടാക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക. അതിലേക്ക് ഫ്രഷ് ക്രീമും എടുക്കുക. പിന്നെ പാല് 2-3 സ്പൂണും ഇട്ടിട്ട്, പിന്നെ നമ്മുടെ ചീസില്ലേ, അത് ഒരു 2 പീസ് ചീസും ഇട്ടിട്ട്, ഇച്ചിരി ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഇട്ടിട്ട് നല്ലോണം അടിക്കുമ്പോൾ അതിൽ നമ്മൾ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണേ. അത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ ചിക്കൻ്റെ മുകളിലോട്ട് ഈ സോസ് ഉണ്ടല്ലോ, ആ സോസ് ഒഴിച്ചിട്ട് കൊടുക്കുക. ഈ സോസ് ഒഴിച്ചതിന് ശേഷം അത് നമ്മൾ തിരിച്ചിടാനോ മറിച്ചിടാനോ ഒന്നും നിൽക്കണ്ട. അങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത്. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 10-15 നേരം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പം ഞങ്ങൾ ഒന്ന് പൊറോട്ട വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊറോട്ടേൻ്റെ കൂടെ കഴിച്ച് നോക്കാമെന്നുള്ളൊരിതിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ പൊറോട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളെ ഇഫ ചിക്കനും